J&K cloud burst. Death toll in Kishtwar flash flood rises to 60, nearly 70 missing. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ദ ഹിന്ദുവിൽ നിന്നാണ്. നമുക്കറിയാം ക്ലൗഡ് ബസ്റ്റ് അഥവാ മേഘവിസ്ഫോടനം. ഇപ്പോൾ ഈ മാറുന്ന കാലാവസ്ഥയുടെയൊക്കെ ഭാഗമായിട്ട് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന പ്രതിഭാസം വളരെ തുടർച്ചയായി നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ഡിസ്ട്രിക്റ്റിലെ ദരലി എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ മേഘവിസ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ വലിയൊരു നാശനഷ്ടം നേരിടുകയുണ്ടായി. ഇപ്പോൾ ജമ്മു കാശ്മീർ ഇവിടെ ഉണ്ടായ മേഘവിസ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഏതാണ്ട് 60ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമാകുകയും 70ഓളം ആളുകളെ ഇപ്പോഴും കാണാനില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ പാകിസ്ഥാനിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ ഏതാണ്ട് വലിയൊരു പ്രദേശം തന്നെ നാശനഷ്ടം നേരിടുകയുണ്ടായി. അപ്പോൾ എന്താണ് ഈ ക്ലൗഡ് ബസ്റ്റ് അഥവാ മേഘവിസ്ഫോടനം എന്ന ഈ പ്രതിഭാസം? വരൂ നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാം. എല്ലാവർക്കും ശങ്കർ IAS അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് മേഘവിസ്ഫോടനം? ഞാൻ പറഞ്ഞു, അതിശക്തമായി ഒരു മേഖലയിൽ ഉണ്ടാകുന്ന മഴ, ഇതിനെയാണ് നമ്മൾ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ശക്തമായ മഴയെ നമുക്ക് മേഘവിസ്ഫോടനം എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഒരു മണിക്കൂറിൽ ഒരു ചെറിയ മേഖലയിൽ 100 മില്ലിമീറ്റർ അഥവാ 10 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുകയാണെങ്കിൽ നമുക്കതിനെ മേഘവിസ്ഫോടനമായി കണക്കാക്കാം. ഇതിന്റെ ഡ്യൂറേഷൻ, ഇതിന്റെ ദൈർഘ്യത്തിലേക്ക് വരുമ്പോൾ ഏതാനും നിമിഷങ്ങൾ മുതൽ ചിലപ്പോൾ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴയായിരിക്കും ഇത്. ഒപ്പം തന്നെ ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്, ഇത് അഫക്ട് ചെയ്യുന്നത് വളരെ കുറച്ച് ചതുരശ്ര കിലോമീറ്ററുകൾ മാത്രമായിരിക്കും. ഇനിയും ഇതിന്റെ ലൊക്കേഷനിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും ഈ മേഘവിസ്ഫോടനം നമുക്ക് കാണാൻ കഴിയുന്നത് മലകളുള്ള പ്രദേശങ്ങളായിരിക്കും. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹിമാലയൻ റേഞ്ചസിലും അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലുമാണ് നമുക്ക് കൂടുതലും മേഘവിസ്ഫോടനം എന്ന് പറയുന്ന പ്രതിഭാസത്തെ കാണാൻ സാധിക്കുന്നത്. ഇനിയും മേഘവിസ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മിന്നൽ പ്രളയത്തിലേക്കോ മണ്ണിടിച്ചിലേക്കോ വഴിതെളിച്ചേക്കാം. അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വിളകൾ, ഒപ്പം തന്നെ മനുഷ്യന്റെ സെറ്റിൽമെന്റ്സ് ഒക്കെ തന്നെ അഫക്റ്റഡ് ആവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനി എങ്ങനെയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ഈ പ്രതിഭാസം രൂപം കൊള്ളുന്നത്? ഇത് രൂപം കൊള്ളുന്നത് ഏതാണ്ട് മഴയ്ക്ക് തുല്യമായിട്ടുള്ള രീതിയിലൂടെ തന്നെയാണ്. നമുക്കറിയാം, ഈർപ്പമേറിയ ചൂടായിട്ടുള്ള വായു അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും അവിടെ ഉച്ചത്തിൽ എത്തിയതിനു ശേഷം അത് തണുക്കുകയും അത് മഴയായി പെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മൾ യൂഷ്വലി ഒരു മഴ പെയ്യുന്നതിന്റെ പിന്നിലുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമുണ്ട്. മേഘവിസ്ഫോടനത്തിന്റെ കാര്യത്തിൽ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. നമുക്കിതൊരു ഡയഗ്രാമത്തിന്റെ സഹായത്തോടുകൂടി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെയാണ് നമുക്ക് ഒരു മല കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഉയർന്നു പൊങ്ങുന്ന മോയിസ്റ്റ് എയർ മലയുടെ ഇടുക്കിലേക്ക് വരികയും അങ്ങനെ മലയെ ഓവർകം ചെയ്ത് പോകാൻ കഴിയാതാവുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇത് ഉയരാൻ തുടങ്ങും. അങ്ങനെ ഉയർന്ന് ഒരു ഘട്ടത്തിന് മുകളിലേക്ക് എത്തുമ്പോൾ അത് തണുത്ത് മഴയായി പെയ്യുകയും ചെയ്യും. എന്നാൽ ചില നേരങ്ങളിൽ ഈ മൗണ്ടെയിൻസ്, ഈ മലനിരകൾ ഇത്തരം ചൂടായിട്ടുള്ള ഈർപ്പമേറിയ കാറ്റുകളെ തടഞ്ഞു നിർത്തുകയും അതിന്റെ ഭാഗമായിട്ട് അതിശക്തമായ മഴ ഒരു ചെറിയ പ്രദേശത്ത് നൽകുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കൂടുതലും മേഘവിസ്ഫോടനം രൂപം കൊള്ളുന്നത്. എന്നാൽ എപ്പോഴും മേഘവിസ്ഫോടനം മലനിരകളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക? അല്ല. ഇത് ഇപ്പോൾ വരുന്ന പുതിയ പഠനപ്രകാരം, അതായത് ഈ പഠനം നടത്തിയിരിക്കുന്ന IIT മദ്രാസ് ആണ്, അവരുടെ പഠനപ്രകാരം ഇതിപ്പോൾ നഗരമേഖലകളിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും മേഘവിസ്ഫോടനം സംഭവിക്കാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ഇത് തമിഴ്നാടും അതിന്റെ തീരപ്രദേശങ്ങളിലും മേഘവിസ്ഫോടനം സംഭവിക്കാറുണ്ട്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടൽ അതിശക്തമായി ചൂടാവുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ബംഗാൾ ഉൾക്കടൽ ചൂടാകുമ്പോൾ അത് കൂടുതൽ ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് നൽകുകയും അതിന്റെ ഭാഗമായിട്ട് ആ മഴയുടെ ഇന്റൻസിറ്റി കൂടുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മാസങ്ങളിൽ, ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ചെന്നൈ, കടലൂർ, നാഗപട്ടണം പോലെയുള്ള നഗരങ്ങളിൽ വാട്ടർ ലോഗിംഗ് അല്ലെങ്കിൽ പ്രളയം ഉണ്ടാവാറുണ്ട്. ഇനിയും ഈ പഠനപ്രകാരം കഴിഞ്ഞ 20 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ചെന്നൈയുടെയും അതുപോലെ തന്നെ ചെന്നൈ അനുപാതികമായിട്ടുള്ള സബർബൻ ഏരിയകളിലൊക്കെ തന്നെ ഏതാണ്ട് 35% ക്ലൗഡ് ബസ്റ്റിനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റൽ നാഗപട്ടണത്തിൽ 42%, വെസ്റ്റേൺ ഗാർഡ്സ് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ട മേഖലകളിൽ 18%, ഒപ്പം തന്നെ തമിഴ്നാടിന്റെ അരിഡ് ഡിസ്ട്രിക്ട്സിലൊക്കെ തന്നെ, സെമി അരിഡ് ഡിസ്ട്രിക്ട്സിലൊക്കെ തന്നെ 25% സാധ്യതയും കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? എന്താണ് ഈ തീരദേശ പ്രദേശങ്ങളിലും ഒപ്പം തന്നെ നഗരങ്ങളിലും ഈ മേഘവിസ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം? ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗാൾ ഉൾക്കടൽ കൂടുതൽ ചൂടാകുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ കൂടുതൽ ചൂടാവുകയും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് പോവുകയും അതിന്റെ ഭാഗമായി മഴയുടെ ശക്തി കൂടുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് എന്ന് പറയുന്ന പ്രതിഭാസമാണ്. നമുക്കറിയാം, നഗരങ്ങളിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അവിടെ ചൂടിനെ പിടിച്ചു നിർത്തുകയും ഇത് നഗരത്തിന് മുകളിലുള്ള കൺവെക്ഷനെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അതിശക്തമായ മഴ ഉണ്ടാകാനും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വാട്ടർ ലോഗിങ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.
അടുത്തതായി പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷനും അതുപോലെ തന്നെ വെറ്റ്ലാൻഡ് ലോസുമാണ്. അപ്പോൾ ഈ വെറ്റ്ലാൻഡ് ലോസ് കാരണം തന്നെ ഒരു നാച്ചുറൽ ഡ്രെയിനേജ് സിസ്റ്റം നഗരങ്ങളിലും സെമി അർബൻ മേഖലകളിലും ഒക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത് പിന്നീട് പ്രളയമായി മാറാനുള്ള സാധ്യതയും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായ കാരണം. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണ് മേഘവിസ്ഫോടനം, അതിന് പിന്നിലുള്ള കാരണം എന്താണ്, അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് നഗരങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും മേഘവിസ്ഫോടനം കൂടുതലായി കണ്ടുവരുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.